മനുഷ്യൻ മാത്രമെന്താ ഇത്ര എളുപ്പത്തിൽ ബോധം കെട്ട് വീഴുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുത്തനെയുള്ള ഈ നിൽപ്പ് ബ്രെയിനിനെ ഹാർട്ടിൻ്റെ നേരെ മേലെയാക്കിയതുകൊണ്ട് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം ബ്രെയിനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ. ഒരുപാട് സമയം നിൽക്കുമ്പോൾ ധാരാളം രക്തക്കുഴലുകളുള്ള നമ്മുടെ വലിയ കാലുകൾ നന്നായി ബ്ലഡിനെ സ്വീകരിക്കും. നമ്മുടെ ബോഡി സൈസ് വെച്ച് കമ്പയർ ചെയ്താൽ നമ്മുടെ ബ്രെയിൻ മറ്റ് ജീവികളെക്കാൾ വളരെ വലുതാണ്. വലിയ ബ്രെയിനിന് കൂടുതൽ ബ്ലഡ് വേണം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ ബ്ലഡ് ഫ്ലോയുടെ 20% വരും. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷറിൽ വരുന്ന ചെറിയ വ്യത്യാസം പോലും നമ്മുടെ ബ്രെയിനിനെ കാര്യമായി ബാധിക്കും. നമ്മളൊരു അപകടം മുന്നിൽ കാണുമ്പോൾ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ഉയരുന്നു. എന്നാൽ ചില ആളുകളിൽ ആ അപകടം മാറിക്കഴിയുമ്പോൾ ഒരു റിഫ്ലക്സ് എന്ന നിലയിൽ ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറും പെട്ടെന്ന് താഴുന്നു. ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയ്ക്കുകയും അത് ബ്രെയിനിനെ കാര്യമായി ബാധിക്കുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ താഴെ വീഴുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. നമ്മൾ തറയിൽ കിടക്കുമ്പോൾ നമ്മുടെ തലയും ഹൃദയവും ഒരേ നിരപ്പിലാവുന്നു. ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വേഗത്തിൽ നോർമലാകാൻ സഹായിക്കും. വീഴുമ്പോൾ തല എവിടെയെങ്കിലും ഇടിക്കാതിരുന്നാൽ മാത്രം.